നമുക്കറിയാലോ, നമ്മുടെ എന്ത് വേണം, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലായിട്ട് വേദം പറയുന്നത് കൃഷിയാണ്. കൃഷിമിത് കുരുഷ്വ, നീ പോയി കൃഷി ചെയ്യുക എന്ന് പറയുന്നത്, മറ്റ് പ്രവൃത്തികളിൽ വ്യാപൃതരാകാതെ. ഈ കിതവന്റെ സൂക്തത്തിലാണ് ഇത് പറയുന്നത്. കിതവ് എന്ന് പറഞ്ഞാല് ഗാംബ്ലർ, ചൂതാട്ടക്കാരൻ. ആ ചൂതാട്ടക്കാരന്റെ ആ സൂക്തത്തിലാണ് ഇത് പറയുന്നത്. ഒരാളിങ്ങനെ ചൂതാട്ടക്കാരനായിട്ട് ആ ചൂതാട്ടത്തിൽ അങ്ങോട്ട് അയാൾ എന്താണ്, വല്ലാതെ അങ്ങോട്ട് ലയിച്ചു പോയി, അതില് അഡിക്ഷനായിപ്പോയി, ആസക്തനായിപ്പോയി, അതിൽ നിന്ന് മോചനമില്ല. എല്ലാം, തൻ്റെ വീടും കുടുംബവും സ്വത്തും എല്ലാം അന്യാധീനപ്പെടുത്തുകയാണ് അയാൾ. എന്നിട്ടും അയാൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല. പക്ഷെ അയാൾ നന്മയുള്ള ആളാണ്, അടിസ്ഥാനപരമായിട്ട് നോക്കിയാൽ നന്മയുള്ള ആളാണ്. അതൊക്കെ വേദം വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം. വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനമാണ് വേദം അതിൽ പറഞ്ഞിട്ടുള്ളത്. അതവിടെ ഇരിക്കട്ടെ, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ആ ചൂതാട്ടക്കാരനോട് ഋഷി പറയുകയാണ്, നീ നിന്റെ ഈ ചൂതാട്ടം അവസാനിപ്പിക്കുക. കൃഷിമിത് കുരുഷ്വ, കൃഷിം ഇത്ത് കുരുഷ്വ, നീ കൃഷിയെ തന്നെ ചെയ്യുക. അതിൽ ദേവതമാരുടെ പ്രസാദമുണ്ട്, അതിൽ സമ്പത്തുണ്ട്, അതിൽ വീടും കുടുംബവും പത്നിയും സന്തതികളും എല്ലാം എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്തിലൂടെയാണ് നഷ്ടപ്പെടുന്നത്? ചൂതാട്ടത്തിലൂടെയാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നീ അത് പോയി കൃഷിം യത് കുരുഷ്വ എന്ന് പറയുന്ന വേദമാണ് ഉള്ളത്. അപ്പോ ആ ഒരു നിലയ്ക്കാണ് വേദം വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത രീതി. എന്താണ്? എല്ലാവരും കൃഷി ചെയ്യുക എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോ അധ്യയനവും അധ്യാപനം ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ രാജ്യരക്ഷ ചെയ്യേണ്ടതുണ്ട്, കൃഷിയും കച്ചവടവും ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണ്ടവർക്ക് എന്താണ്, മാനുവൽ ലേബർ ചെയ്യുന്ന ആളുകളും ആവശ്യമുണ്ട്. ഇതൊക്കെ വേദത്തിനറിയാം. പക്ഷെ എന്ത് വേണം? പറ്റുന്നത് പോലെ ആരാണെങ്കിലും കൃഷികർമ്മം ചെയ്യണം. ഇത് വേദത്തിന്റെ വലിയ ഒരു കാഴ്ചപ്പാടാണ്.